തീരഡ് പോഡ്കാസ്റ്റിന്റെ റെഡ് അലേർട്ടിലേക്ക് സ്വാഗതം. ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വരുന്നത്. നമ്മൾ ഈ ഒരു സമ്മർ തുടങ്ങിയ മുതൽ ആർസണൽ പല സമയത്തായിട്ട് പല ന്യൂസ് റിപ്പോർട്ടും പല ജേർണലിസ്റ്റുമായിട്ട് പറയുന്ന ഒരു പേരായിരുന്നു മോർഗൻ റോജേഴ്സ് ആർസണലിലേക്ക് വരും എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചിരുന്നു. എപ്പോ എത്തും, എത്ര മില്യൺ പൗണ്ട് സൈനിങ് ആയിരിക്കും എന്ന് ഉള്ള ഒരു ഡിസ്കഷൻ മാത്രമായിരുന്നു പെൻഡിങ്. അവിടെ നിന്ന് പെട്ടെന്നൊരു ബ്രേക്കിംഗ് ന്യൂസ്, മോർഗൻ റോജേഴ്സ് 117 മില്യൺ. ഞാനും ആക്ച്വലി ന്യൂസ് റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ വില്ല അഗ്രി 117 മില്യൺ ഡീൽ ഫോർ മോർഗൻ റോജേഴ്സ്. അതായിരുന്നു ഞാൻ വായിച്ച റിപ്പോർട്ടിന്റെ ഹെഡിങ്. ഓക്കെ, ആർസണൽ വീണ്ടും സൈൻ ചെയ്തു. ആർസണൽ വീണ്ടും നല്ലൊരു പ്ലെയറിനെ കൂടി സൈൻ ചെയ്തു എന്നുള്ളത്. തുറന്നു നോക്കിയപ്പോഴാണ് പറഞ്ഞത് ആർസണൽ അല്ല, ചെൽസിയാണ് സൈൻ ചെയ്തെന്നുള്ളത്. അതാണ് ഈ ഒരു ബ്ലൂ ഡ്രസ്സും കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നുള്ളത്. സോ ചെൽസി ഹാസ് റിപ്പോർട്ടഡ്ലി അഗ്രീഡ് 117 മില്യൺ ഡീൽ വിത്ത് ആസ്റ്റൺ വില്ല ഫോർ മോർഗൻ റോജേഴ്സ്. 6+1 ഇയർ കോൺട്രാക്ട് ആണ്. അപ്പോൾ 6 വർഷം, ഡെഫിനറ്റ്ലി 1 വർഷം എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി വെച്ചിട്ടുള്ള ഒരു ബിഗ് ഡീൽ. 23 വയസ്സുള്ള മോർഗൻ റോജേഴ്സ് ആണ്. സോ ഈ ഒരു ഡീൽ 6+1 കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ തന്നെ 30 വയസ്സ്, അതായത് അതിന്റെ പീക്ക് മുഴുവൻ ചെൽസിയിൽ കിട്ടുന്ന രീതിയിലാണ് ആ ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ഡീൽ ചെൽസിനെ സംബന്ധിച്ചോളം. ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ആരാണ് മോർഗൻ റോജേഴ്സ്, എന്തുകൊണ്ടാണ് ഈ 117 മില്യൺ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ആണ്, ചെൽസി ട്രാൻസ്ഫർ റെക്കോർഡാണ്. വില്ലനെ സംബന്ധിച്ചോളം വില്ലന്റെയും ട്രാൻസ്ഫർ റെക്കോർഡാണ് ദ മോസ്റ്റ് എമൗണ്ട് ഫോർ സെയിൽ. ഈ 105 ഉണ്ടായിരുന്ന റൈസ് ആയിരുന്നു ഇംഗ്ലീഷ് പ്ലേയേഴ്സിന്റെ ഹയസ്റ്റ് സെയിൽ. അത് കുറച്ച് ഒന്നരാഴ്ച മുന്നേ എലിയറ്റ് ആൻഡേഴ്സൺ മറികടന്നിരുന്നു. 116 മില്യൺ, 116 മില്യൺ ആയിട്ട് സിറ്റി സൈൻ ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒന്നുകൂടി 117 മില്യൺ ആയിട്ട് ഇപ്പം മോസ്റ്റ് എക്സ്പെൻസീവ് ഇംഗ്ലീഷ് പ്ലെയർ ഇൻ ദ വേൾഡ്, ഇൻ എനി ഓഫ് ദ ക്ലബ്സ് സൈനിങ് എന്ന രീതിയിലേക്ക് മോർഗൻ റോജേഴ്സ് വളർന്നിരിക്കുന്നു. അപ്പം 23 വയസ്സുള്ള ഈ മോർഗൻ റോജേഴ്സിന് എന്തുകൊണ്ട് ഈ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നു? ഓക്കെ, ഒന്നാമത് ഈ മാർക്കറ്റ് ഇങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും എന്തിന് ഇത്രയും എന്നറിയണമെന്നുണ്ടെങ്കിൽ മോർഗൻ റോജേഴ്സ് ആരാണെന്നുള്ളതിലേക്ക് നമുക്ക് എത്താം. നമ്മൾ പല സൈനിങ് ചെയ്യുമ്പോൾ അവരുടെ അക്കാഡമിയിൽ തന്നെ അവർ സൂപ്പർ സ്റ്റാർ പദവികൾ ഉണ്ടായിട്ട്, ജൂഡ് ബെല്ലിംഗം ആയാലും എല്ലാ ഇങ്ങനത്തെ പ്ലെയറുകൾ നമുക്ക് ഇതിനു മുന്നേ അക്കാഡമി വളരുമ്പോൾ തന്നെ അവർക്കൊരു വലിയൊരു പേരുണ്ടായിരുന്നു, സൂപ്പർ സ്റ്റാർ ആണ് എന്ന് എല്ലാവരും ഉറപ്പിച്ചു വെച്ച പേരുകളായിരുന്നു. അതിൽ നിന്ന് മോർഗൻ റോജേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ അവന്റെ പാത്താണ്. വെസ്റ്റ് ബ്രോമിന്റെ യൂത്ത് നിന്നാണ് വളർന്നത്. അത്രയും അങ്ങനെ ഫേമസ് ആയിട്ട് ഈ റീസെന്റ് അറ്റ്ലീസ്റ്റ് ഈവൻ മോർഗൻ റോജേഴ്സിന്റെ പ്രായപരിധി വെച്ച് നോക്കുമ്പോൾ അവരുടെ അത്ര വെസ്റ്റ് ബ്രോം എന്ന് പറയുന്നത് ഒരു ഹൈ പ്രൊഫൈൽ യൂത്ത് ടീം അല്ലായിരുന്നു. അവിടെ നിന്ന് പക്ഷെ അവന്റെ കളി 15-16 വയസ്സാകുമ്പോഴും ആണ് സിറ്റി അവനെ റാഞ്ചുന്നത്. സിറ്റി അക്കാഡമി ആ ഒരു സമയത്ത് ഈ ഷെയ്ഖ് അറബികൾ വാങ്ങി കഴിഞ്ഞ് ഒരു 5 വർഷം കൂടി കഴിഞ്ഞ ശേഷമാണ് സിറ്റി യൂത്ത് ഡെവലപ്മെന്റിലേക്ക് കാര്യമായിട്ട് പൈസ ഇറക്കാൻ തുടങ്ങിയത്. അവരുടെ കണ്ണിൽ ഇവൻ നല്ലൊരു പ്ലെയർ ആണ് എന്നുള്ള ഒരു സ്കൗട്ടിംഗ് റിപ്പോർട്ട് കിട്ടിയതിനാണ് അവര് വെസ്റ്റ് ബ്രോമിന്ന് സിറ്റി വാങ്ങുന്നത്. എന്നിട്ട് സിറ്റിന് അത് 5 മില്യൺ എങ്ങാനും അല്ല എന്തോ ഒരു എമൗണ്ട് ആയിരുന്നു, ലെസ് ദാൻ 5 മില്യൺ യൂത്ത് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സിറ്റിയിൽ അഗൈൻ പെപ് ഗാർഡിയോളയുടെ ടീമിലേക്ക് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഫോർ അറ്റാക്കിംഗ് KDB ഒക്കെ കളിക്കുന്ന സിറ്റിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് അവൻ അവിടുന്ന് ആദ്യം പോയത് ലിങ്കൻ സിറ്റി എന്ന തേർഡ് ഡിവിഷൻ ടീമിലായിരുന്നു. ആ സമയത്ത് തേർഡ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന ലിങ്കൻ സിറ്റിയിലേക്ക് പോയി. അവന്റെ ഹോൾ ലോൺ ഫിലോസഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയത് ലിങ്കൻ സിറ്റി. അവിടെ കംപ്ലീറ്റ്ലി ഫിസിക്കലാണ്, വാറ് പോലും ഇല്ലാത്ത ഒരു ലീഗ്. അവിടെ നിന്ന് കളിച്ച് വളർന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ ബോൺമൗത്തിലേക്ക് പോയി, കുറച്ചും കൂടി ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു സ്ക്വാഡിലേക്ക്. അവിടെ നിന്ന് ബ്ലാക്ക് പൂള് പോയത്, പക്ഷെ 6 മാസത്തേക്ക് ഡീൽ എങ്ങാനായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഓരോ സ്ക്വാഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഓരോ പ്രാവശ്യം സിറ്റിയിലേക്ക് വരുന്നു. സിറ്റിയിൽ ഒരു കളി പോലും കളിക്കാൻ പറ്റാണ്ട്
അവരിന്ന് മൈക്കിൾ കാരിക്ക് മിഡിൽസ്ബ്രോയിലേക്ക് കൊണ്ടുപോകുന്നു. മിഡിൽസ്ബ്രോ നിന്ന് ഒരു റാൻഡം പ്ലെയർ എന്നുള്ള ആ ഒരു പേര് മാറ്റിയിട്ട് മോർഗൻ റോജേഴ്സ് എന്ന ഒരു പ്ലെയറിന് ചുറ്റുമായിട്ട് മൈക്കിൾ കാരിക്ക് ടീം ബിൽഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാം ഏതൊരു അറ്റാക്ക് പോവാണെങ്കിലും മൈക്കിൾ കാരിക്ക് ചെയ്യുന്നത് മോർഗൻ റോജേഴ്സിലൂടെ പോകണം എന്നുള്ള രീതിയിൽ നമ്പർ 10 ക്രിയേറ്റീവ് പ്ലെയറിനെ പോലെ ആക്കുന്നു. അപ്പൊ ആ ഒരു കളിയും ആ ഒരു പൊട്ടൻഷ്യലും കണ്ട് 15 മില്യൺ കൊടുത്ത് ആസ്റ്റൺ വില്ല വാങ്ങുന്നു. അവിടെ നിന്ന് ആസ്റ്റൺ വില്ലയിൽ ഒന്നര വർഷം ഇപ്പൊ കളിച്ചു. 2025-26 ഒക്കെ 2.5 വർഷം കളിച്ചു. ഹി ഹാസ് ബീൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ആസ്റ്റൺ വില്ലയിൽ നിന്ന്. ആസ്റ്റൺ വില്ലയുടെ എല്ലാ അറ്റാക്കും ആസ്റ്റൺ വില്ല ഗിവൻ യൂറോപ്പ ലീഗ് അടിക്കുന്ന അതിൽ വെരി പിവറ്റൽ റോള് കളിച്ചു. അതിൽ ഒരു എല്ലാവർക്കും ബേസിക്കലി അതായത് മിഡിൽസ്ബ്രോ 15 മില്യൺ ആണ് വില്ലക്ക് വിറ്റത്. വില്ല 117 മില്യൺ ഇപ്പൊ ചെൽസിക്ക് വിൽക്കുന്നു. അതിൽ 20% എന്ന് പറയുന്നത് അതായത് 15 മില്യൺ ട്രാൻസ്ഫർ ചെയ്യലിന് കൂടുതൽ 20 മില്യൺ മിഡിൽസ്ബ്രോന് കിട്ടും. സോ മിഡിൽസ്ബ്രോനെ സംബന്ധിച്ചോളം ഒരു ഏകദേശം മോർ ഓർ ലെസ് ഫ്രീ ആയിട്ട് വന്നു എന്ന് പറയുന്ന ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ആദ്യം 15 മില്യൺ, അത് കഴിഞ്ഞ് ഇപ്പൊ 20 മില്യൺ അവരുടെ ക്ലബ്ബ് റണ്ണ് ചെയ്യാൻ അത് വലിയൊരു സഹായമാവും. അതുപോലെ തന്നെ ബാക്കി കിട്ടുന്ന ഒരു 100 മില്യന്റെ അടുത്ത് 90-95 മില്യൺ ആസ്റ്റൺ വില്ല കിട്ടുന്ന അവരുടെ PSR. നമ്മൾ പല സമയത്തും അവർക്ക് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഓണർ ഇൻ ദ ലീഗ് ആസ്റ്റൺ വില്ലയുടെ ഓണറാണ്. പക്ഷെ അവർക്ക് ക്ലബ് PSR പ്രശ്നങ്ങളായിട്ട് പല സമയത്തും ക്യാഷ് ഇറക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഈസ് ഔട്ട് ചെയ്യുന്ന ഒരു സീസൺ ആയിട്ട്, ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് മാറുന്ന ടീലിമെൻസിന് ഉള്ള ഒരു ക്യാഷ് കിട്ടി. ഇപ്പം ലൂക്കാഡീനിയ പോയി, അത് കഴിഞ്ഞിട്ട് ഇവനും കൂടി വന്നപ്പോൾ ഒരു വലിയൊരു ഡീൽ, എന്താ പറയാ, കുറെ എമൗണ്ട് ഒരുമിച്ച് വന്നു. സോ അവർക്ക് സ്ക്വാഡ് റീബിൽഡിങ്ങിനുള്ള വലിയൊരു സഹായമായിട്ട് മാറും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ അവർ വിൽക്കുന്ന ഓരോ ക്ലബുകളുടെ ബെനിഫിറ്റ്സും ഇങ്ങനെയായി മാറുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ ആർസണൽ വാങ്ങും എന്നുള്ളത്. ആർസണലിനെ സംബന്ധിച്ചോളം അവർ സോലിസിനെ വാങ്ങി. അവർക്കിനി നോക്കുമ്പോൾ ഒരു നമ്പർ 10 കൈൻഡ് ഓഫ് പ്ലെയറിന് അവർ വേണോ വേണ്ടേ എന്ന് ഇവാലുവേറ്റ് ചെയ്തതിലാണ് അവർക്ക് ഈ ഒരു ഡിലേ വന്നതും ചെൽസി വന്ന് റാഞ്ച് എന്നുള്ളതും. അപ്പോഴും ആർസണലിന് ഇതൊരു തീരാനഷ്ടമായിട്ട് മാറും എന്നുള്ളത് തോന്നുന്നില്ല. അഗൈൻ ആർസണൽ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഇതൊരു വലിയ മിസ്സാണോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ കാണുന്നിടത്തോളം അവർക്ക് ലെഫ്റ്റ് വിങ്ങിൽ സാക്ക ഉണ്ട്, ഡെഫിനറ്റ്ലി ഈസ് എ സ്റ്റാർട്ടർ. ഓഡേഗാർഡും എസയും നമ്പർ 10 കളിക്കാനുണ്ട്. അങ്ങനെയാണ് നോക്കുമ്പോൾ അവർക്ക് ലെഫ്റ്റ് വിങ് പ്രോബ്ലി ലുക്കിംഗ് ഫോർ ബാർക്കോളാനാവും. ബാർക്കോളയും കൂടി വരികയാണെങ്കിൽ അത് എന്തായാലും ഒരു 100 മില്യൺ വരും. അപ്പൊ വീണ്ടും ഒരു 100 മില്യൺ പ്ലെയർ നമ്പർ 10 ആയിട്ട് വീണ്ടും പിന്നെയും ഒരു 80 മില്യൺ ബ്രൂണോ ഗിമറേഷും കൂടി വേണോ എന്നുള്ളതിൽ നിന്ന് അവരെടുത്തൊരു കോൾ ആയിരിക്കാം. മോർഗൻ റോജേഴ്സ് ആണ് ഈ കൂട്ടത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. കാരണം വി ഹാവ് ആസ് എ സിമിലർ പ്ലെയർ, റൈറ്റ്? അങ്ങനെ ഉള്ളിടത്തുനിന്നാണ് ആർസണൽ പ്രോബ്ലി ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചതും ആ ഗ്യാപ്പിൽ ചെൽസി കയറുന്നതും ചെൽസി ഇത് കൊടുക്കുന്നതും. ചെൽസിനെ സംബന്ധിച്ചോളം സാബിയാണ് അവരുടെ പുതിയ മാനേജർ. സാബി അലോൺസോ ബയൺ ലെവർകുസനിൽ കളിക്കുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയറും കൂടിയാണ്. അതായത് അവിടെ 2 നമ്പർ 10 വെച്ചിട്ടായിരുന്നു കളിച്ചത്, 3-4-2-1 എന്ന രീതിയിൽ. അപ്പം അങ്ങനെ കളിക്കുകയാണെങ്കിൽ കോൾ പാമർ ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് ആണ്, ലെഫ്റ്റ് നമ്പർ 10 ആയിട്ട് നിൽക്കും. മോർഗൻ റോജേഴ്സ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന റൈറ്റ് ഫൂട്ടഡ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന നമ്പർ 10 ആയിട്ടും കളിക്കാൻ പറ്റും. അപ്പോൾ 2 നമ്പർ 10 രണ്ട് സൈഡിൽ നിന്ന് വന്ന് കളിച്ചു, ലെഫ്റ്റ് വിങ് ബട്ട് ഹു ഇസ് പ്ലേയിങ് എസ് എ നമ്പർ 10. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാബി അലോൺസോ വരുന്നുള്ളത്. ആ ഒരു പൊസിഷൻ നോക്കുമ്പോൾ, അതായത് ക്ലോസർ ടു ഗോൾ ഒരു സ്ട്രൈക്കർ പ്രോബ്ലി ഒന്നെങ്കിൽ ജാവോ പെഡ്രോ കളിക്കും. ഇനി ജാവോ പെഡ്രോ അല്ല ഒരു ഫിസിക്കൽ പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലിങ്ക് ആയിട്ട് വരുന്നുള്ളത് വ്ലാഹോവിച്ച് ഒക്കെയാണ് അവരുടെ സ്ട്രൈക്കർ റൂമേഴ്സ് വരുന്നുള്ളത്. സോ ഒരു സ്ട്രൈക്കറെ വെക്കുക, അതിന്റെ ബാക്കിൽ ലെഫ്റ്റ് വിങ് എന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് മോർഗൻ റോജേഴ്സ്, റൈറ്റ് ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് കോൾ പാമർ. യു ഹാവ് ഓൾ ദ ലക്ഷറി ഇൻ യുവർ ടീംസ്. അപ്പം വിങ് വിടുത്തു കൊടുക്കാൻ വിങ് ബാക്സും സൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ അവരുടെ സംബന്ധിച്ചോളം ഒരു പിവറ്റൽ സൈനിങ് ആയിട്ടാണ് മോർഗൻ റോജേഴ്സ് വരുന്നുള്ളത്. ഇംഗ്ലീഷ് ആണ്, യങ് ആണ്. ആസ്റ്റൺ വില്ല സൈഡിൽ നിന്ന് നമ്മൾ ഇന്റൻസിറ്റി ഉണ്ട്. നമ്മളിപ്പം ഒരു എലീറ്റ് ഒലീസെ എന്നൊക്കെ പറയുമ്പോൾ പോലും, ഒലീസെ ആയാലും എംബപ്പെ ആയാലും ആ ഒരു എലീറ്റ് നോക്കുമ്പോൾ
അവരാരും ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. യൂഷ്വലി നമ്പർ 10 എന്ന് പറയുമ്പം ആ ഒരു മോൾഡ് ആണല്ലോ. അതിൽ നിന്ന് മോർഗൻ റോജേഴ്സിനെ വ്യത്യസ്തനാക്കുന്നത് എന്താ വെച്ചാൽ അവൻ ഓടും, അവൻ ഇന്റൻസിറ്റി ഉണ്ട്, കളിക്കാനുള്ള പാഷൻ ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ എന്താ പറയുക ഡ്രോപ്പ് ഡീപ്പ് ചെയ്ത് വന്ന് ബോൾ എടുത്ത് മുന്നോട്ട് പോകും, ഡയറക്റ്റ് ആണ്. ഈ ഡ്രിബിൾ ചെയ്ത് സമയം കളയലോ ആ സെറ്റപ്പ് ഒന്നുമില്ല. ബോൾ കിട്ടിയ മുന്നോട്ടേക്ക് പോവാം. എപ്പോഴും ഒരു മുന്നോട്ടേക്കാണ് എല്ലാം നോക്കുന്നത്. ബാക്ക് പാസോ അല്ലെങ്കിൽ സൈഡ് പാസോ ഒഴിവാക്കിക്കൊണ്ട് റിസ്ക് എടുത്തിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സൈറ്റിംഗ് പ്ലെയർ. ആൻഡ് അവന്റെ പീക്ക് എത്തുന്നതേ ഉള്ളൂ. ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്, യൂറോപ്പ ലീഗ് ജയിച്ചു, സോ യൂറോപ്യൻ കോമ്പറ്റീഷൻസും ഉണ്ട്. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ അവർക്ക് ഇല്ല എങ്കിൽ പോലും അടുത്ത സീസണിലേക്ക് എത്തണം എന്നുള്ള അടുത്ത സീസണിലേക്ക് എത്തുമ്പോഴേക്ക് അവർക്ക് 2026-27 യൂറോപ്പ ഇല്ല എന്ന്, യൂറോപ്പ് ഒന്നുമില്ല എന്നെടുക്കുന്ന സമയത്ത് ഫ്രീ 1 വീക്ക് 1 മാച്ച് കൈൻഡ് ഓഫ് സാധനം. അപ്പം ഒരു PL ടൈറ്റിൽ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ഒരു ടീം ബിൽഡ് ചെയ്യുന്നതാണ്. ഇപ്പം ചെൽസിനെ സംബന്ധിച്ചോളം ഒരു ബാക്ക് 3 ആണ് ഇറങ്ങുന്നെങ്കിൽ 3-4-2-1 ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ബാക്ക് 3 ഉണ്ടാവും. അതിന്റെ മുന്നിൽ കൈസേഡോവും ഇപ്പം തൽക്കാലത്തേക്ക് എൻസോ ഇപ്പൊ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് എൻസോന്റെ പേര് പറയുന്നു. ആ 2 ഷീൽഡ് വന്നാൽ മുന്നിൽ അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീഡം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലേയേഴ്സും കൂടി ആയിട്ട് ഇവര് ഒരു ഓപ്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. സോ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൈനിങ് ഇൻ ചെൽസീസ് റീസെന്റ് ഹിസ്റ്ററി. ആൻഡ് ഐ റിയലി ഹോപ്പ് Liverpool player, as a Liverpool fan, I really don't hope that he win. I mean, he succeeds. പക്ഷെ ഓൺ എ ഫുട്ബോളിംഗ് വ്യൂ നല്ലൊരു പ്ലെയർ, നല്ലൊരു മാനേജറിന്റെ അണ്ടറിൽ നല്ലൊരു സിസ്റ്റം, ഒരു എക്സൈറ്റിംഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. Chelsea fans and Arsenal fans, let us know your thoughts on it. നിങ്ങൾക്ക് ഇത് ആർസണൽ ഫാൻസിന് ഇത് വലിയൊരു മിസ്സാണോ, ചെൽസി ഫാൻസിന് ഇത് എക്സൈറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഡോപ്പമീൻ റഷ് തരുന്ന ഒരു സൈനിങ് ആണോ ഇല്ലയോ എന്നുള്ളത് ലെറ്റ് us know in your comments.